പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യമാണിത്. ഞാൻ ഈ വാക്യം ധ്യാനിച്ചപ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് എൻ്റെ ഓർമ്മകൾ കടന്നുപോയി. ഒരുപക്ഷെ ഏറ്റവും കുറവ് പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറയുന്ന വിഷയം. എന്നാൽ വളരെ ഗൗരവമുള്ളതും അതിപ്രാധാന്യവുമുള്ള ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയുമോ? ദുഃഖിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് ഈ വളരെ ചെറിയൊരു വാക്യം നമ്മൾ കാണുന്നത്. ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഇവിടെ നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ ഒരു 14 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ക്രിസ്തുവിൽ ഒരു വ്യക്തി പുതിയ മനുഷ്യനായി തീരുമ്പോൾ ആ വ്യക്തി ഒഴിവാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ വേഗത്തിൽ ഞാനത് പറഞ്ഞു വിടാം. ഒന്നാമത്തേത്, സത്യം സംസാരിക്കുക, കപടതകൾ ഒഴിവാക്കുക. 2, കോപം വെച്ചുകൊണ്ടിരിക്കരുത്. 3, മോഷ്ടിക്കരുത്. 4, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്നിട്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നിട്ട് താഴോട്ട് പറയുകയാണ് ഒഴിവാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ: കയ്പ്, ക്രോധം, ദേഷ്യം, കുറ്റാരം, ദൂഷണം എന്നീ കാര്യങ്ങൾ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ വാക്കുകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ പ്രവർത്തികളും തെറ്റായ വഴികളിലാണെങ്കിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഒരു തെറ്റായ ധാരണ നമ്മുടെയൊക്കെ ആളുകളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. യേശുവിനെ അറിഞ്ഞ് ആ ഒരു ദൈവകൃപയിലേക്ക് വന്നാൽ ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എന്തു വേണമെങ്കിലും പറയാം. അശ്ലീല വർഷങ്ങൾ നടത്തിയാലോ, തെറ്റായ മനോഭാവങ്ങളിൽ ജീവിച്ചാലോ, എന്ത് വ്യാജം നാവുകൊണ്ട് സംസാരിച്ചാലോ അതൊന്നും തെറ്റല്ല, അതൊക്കെ ദൈവം ക്ഷമിച്ചുകൊള്ളും എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കുമെങ്കിലും വേദപുസ്തകത്തിൻ്റെ അകത്ത് നാം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം, ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു തന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ആത്മാവിൻ്റെ പേര് തന്നെ വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കുവാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിനോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കെടുത്തിക്കളയാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവശക്തിയും ആത്മശക്തിയും ആഗ്രഹിക്കുന്നവരിൽ പകരപ്പെടുമ്പോൾ ഇതിനെ ലാഘവത്തോടെ വിലയില്ലാത്തതായി കാണുന്നവരിൽ ഒരിക്കലും ഇത് പ്രവർത്തിക്കുകയില്ല. ഇല്ലായെങ്കിൽ ആ ഒരു ദൈവാത്മാവിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കത്തില്ല. ഞാനിത് പറയുന്നത്, നമ്മളൊക്കെ വളരെ വില കൊടുത്തും കഷ്ടപ്പെട്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോട് ചോദിച്ചുമൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടത്. പക്ഷെ പകരപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, നമ്മൾ പ്രയോജനപ്പെടേണ്ടുന്ന മേഖലകളിൽ പ്രയോജനപ്പെടാതെയും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാതെയും ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടണമെന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ വളരെ ഗൗരവമായി കണക്കാക്കണം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. യു വെർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സീൽ ചെയ്തിരിക്കുന്നു. എന്തിനാ? വീണ്ടെടുപ്പിനായി മുദ്ര ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ചില ചിന്തകൾ ഞാൻ പറയുമ്പോൾ
ഈ കാര്യത്തിൻ്റെ ഗൗരവം എത്ര വലിയതാണെന്ന് മനസ്സിലാകും. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. എന്താണ് പ്രാവിൻ്റെ സ്വഭാവം? നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്നാണ്. പ്രാവ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിൽ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയങ്ങളിൽ ഈ സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ സൈഡിൽ ചില ഭാഗങ്ങളിൽ പ്രാവ് വന്ന് കൂടുവെക്കാറുണ്ട്. അപ്പം അന്നത്തെ കാലത്തെ ആഗ്രഹങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പ്രാവിൻ്റെ കുഞ്ഞിനെ എടുക്കണം, പ്രാവിൻ്റെ മുട്ടയെടുക്കണം. അങ്ങനെ പല സമയങ്ങളിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് പറ്റാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഒന്നും വീടിൻ്റെ സൈഡിൽ വന്ന് പ്രാവ് കൂടുവെക്കത്തില്ല. പ്രാവിന് തന്നെ അറിയാം അതിനെ ആരും ഉപദ്രവിക്കത്തില്ല. സ്കൂളുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ 1-2 തവണകൾ എടുത്തിട്ടുണ്ട്. ഒരിക്കലും പ്രാവ് എന്നെ ആക്രമിച്ചിട്ടില്ല. 2, പ്രാവ് എപ്പോഴും ശാന്തതയും സമാധാനവും ആഗ്രഹിക്കുന്നതാണ്. അത് ഒരിക്കൽ വൺസ് നമ്മളതിനെ ഉപദ്രവിച്ചാൽ അത് പിന്നെ ആ സ്ഥലത്തേക്ക് തിരിച്ചു വരത്തില്ലെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പം ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന പാപം ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ആ പാപം ക്ഷമിക്കത്തില്ല. ഏത് പശ്ചാത്തലത്തിലാണത് പറഞ്ഞതെന്നറിയാമോ? യേശു ഒരു വ്യക്തിയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവൻ ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. നോക്കുക, ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് യേശു ഭൂതത്തെ പുറത്താക്കിയത്. അതിനെതിരെ പറഞ്ഞവരോടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അപ്പൊ ദാവീദിന് പോലും അറിയാമായിരുന്നു ഇതെടുക്കാൻ സാധ്യതയുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അഭിഷേകം ലഭിച്ചതിന് ശേഷം അഭിഷേകം നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ വന്ന ദൈവാത്മാവും ദൈവശക്തിയും കാലങ്ങളിൽ അവരുടെ അനുസരണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് മറുതലിച്ച് നിന്നതുകൊണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇല്ലെങ്കിൽ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയില്ല. പുതിയ നിയമത്തിലെ ഇതുമായിട്ടനുബന്ധിച്ച ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കും. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാപിച്ച ദൈവകൃപയെ വിലയേറിയതായി നമ്മൾ കാണണം. ദൈവം നമുക്ക് നൽകി തരുന്ന ആത്മാവിൻ്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിനെ വിലയുള്ളതായി കാണണം. യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഒരു തെറ്റായ വാക്ക് പറയുമ്പോൾ, ഒരു തെറ്റായ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമുക്ക് ഭയങ്കരമായൊരു പെയിൻ ഉണ്ടാകും. ഈ ആദ്യകാലങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല എന്താ ഈ അകത്തിരുന്ന് വേദനിക്കുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ചിലർക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്തവരുണ്ട്. അവരിലൊക്കെ ആത്മാവ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്ന ആത്മാവാണ്. ഈ ചില സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞാൽ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പം കെയർഫുൾ ആകണം, താഴെ വീണ് പൊട്ടും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവ്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണ് തന്നെ നമ്മൾ എത്ര സേഫ് സെർച്ച് ഓണാക്കിയാലും ചില സമയങ്ങളിൽ ഈ നമ്മളെ തെറ്റായ വഴികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ പലതും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി മനസ്സിലാക്കണം, നാം അതിലേക്ക് പോകരുത്, നാം അതിൽ ആനന്ദം കണ്ടെത്തരുത്. കാരണം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ
അത് വേദനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ വിലക്കിക്കൊണ്ടിരിക്കും. നിനക്കത് പാടില്ല, നീ അതിൽ ആനന്ദം കണ്ടെത്താൻ പാടില്ല, നീ അങ്ങനെ പറയരുതായിരുന്നു, നിനക്ക് ഇത്രയും ദേഷ്യം പാടില്ല, നീ ഇങ്ങനെ സംസാരിക്കരുത്, നീ ഒരു ദൈവപൈതലാണ്. കുറച്ചധികം വാക്യങ്ങൾ, പെട്ടെന്ന് ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. കുറച്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കത് മനസ്സിലാകും. 1, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസ്, സഫീറ എന്ന് പറയുന്ന 2 വ്യക്തികൾ അവർ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറയുന്നത് 5:2, 5:6, 7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചു. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ കാണിക്കുന്ന കപടതകൾ, നാട്യങ്ങൾ പരിശുദ്ധാത്മാവിന് നേരെയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കാൻ പറ്റും. ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ പരിശുദ്ധാത്മാവിന് നേരെയാണ്. പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിക്കുന്നത്. അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 2 പേരും സ്പോട്ടിൽ മരണപ്പെട്ടു. ശവമടക്കാണ് പിന്നെ നടന്ന ശുശ്രൂഷ. ഒരുപക്ഷെ ആ ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞ ആ ഒരു കൃപായുഗം എന്ന് നമ്മൾ പറയുന്ന യുഗത്തിന്റെ ഒരു ആരംഭകാലമായതുകൊണ്ടായിരിക്കാം അത്ര പെട്ടെന്ന് ശിക്ഷ ഉണ്ടായത്. ഇപ്പം അത്രയും പെട്ടെന്നൊന്നും ശിക്ഷ നമ്മൾ കാണുന്നില്ല. എങ്കിലും നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം, പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് മറുതലിക്കരുത്. എപ്പോഴാണ് മറുതലിപ്പുണ്ടാകുന്നത്? നമ്മളെ വിശുദ്ധിയിലേക്കും, നമ്മളെ പ്രാർത്ഥനയിലേക്കും, നമ്മളെ സുവിശേഷത്തിലേക്കും, നമ്മളെ ലോകത്തെയും പാപത്തെയും വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിലൂടെ ആകട്ടെ, ഇത്തരത്തിലുള്ള വചനത്തിലൂടെ ആകട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ ചിന്തകളായിട്ടാകട്ടെ, നിയോഗങ്ങളായി, നിർബന്ധങ്ങളായി നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുമ്പോൾ മറുതലിക്കരുത്, റെസിസ്റ്റ് ചെയ്യരുത്, അതിനോട് എതിർത്ത് നിൽക്കരുത്, അതിന് വിധേയപ്പെടണം. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ അതിനോട് പ്രതികരിക്കുക, അനുസരണമുള്ളവരാകുക, വിധേയമുള്ളവരാകുക. അടുത്ത വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ആത്മാവിനെ കെടുത്തിക്കളയരുത്. ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവിന്റെ പ്രവൃത്തിയെ ചിലർ തടയും. വേണ്ട, പാട്ട് പാടരുത്, ആരാധിക്കരുത്, ഇത്രയും എന്തിനാ പ്രാർത്ഥിക്കുന്നേ, ദൈവത്തിന്റെ ആത്മാവിന് ഇവിടെ വേണ്ട, ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. പ്രവചനം വേണ്ട, ദൈവാലോചന വേണ്ട, ദൈവിക ദർശനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. ക്വഞ്ച്, കെടുത്തുകയാണ്. നമുക്ക് കത്തിക്കാനും പറ്റും, കെടുത്താനും പറ്റും. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം, ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ നമുക്ക് സ്വയം ജ്വലിക്കാൻ പറ്റും. നമ്മുടെ വില്ലിങ്നെസ്, നമ്മുടെ ഒരുക്കം വളരെ വലിയൊരു ഘടകമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഇതൊരു വലിയ രൂപാന്തരത്തിന് ഈ സന്ദേശം കാരണമായി തീരും. അതിനെ എതിർത്ത് നിൽക്കരുത്, പരിഹസിക്കരുത്, ആത്മാവിനെതിരെ സംസാരിക്കരുത്. ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. യാചിച്ചാൽ ലഭിക്കും. ചോദിക്കുന്നത് തെറ്റല്ല, ചോദിക്കണം. ചിലർ പറഞ്ഞ് ചോദിക്കണ്ട, ചോദിക്കണം. ഇല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെ ചോദിക്കണം. വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെ? നമ്മുടെ വാക്കുകൾ, കോപം, ക്രോധം, ദേഷ്യം, കുറ്റാരം എന്നീ കാര്യങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായോ? കോപിച്ചാൽ രാത്രി വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അകാരണമായ കോപങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന പ്രവൃത്തികളാണ്. നമ്മൾ ചിന്തിക്കും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുണ്ട്, അത് കഴിയുമ്പോൾ ഇതിനെ ഒന്നും ഗണ്യമാക്കരുത്. അങ്ങനല്ല.
നിത്യജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം പുലർത്തിപ്പോരേണ്ടുന്ന കാര്യങ്ങളാണ്. കോപം ഒഴിവാക്കുക, ക്രോധം ഒഴിവാക്കുക, ദേഷ്യം. ചിലരൊക്കെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്, ഭാര്യമാരെയും ഒക്കെ തല്ലുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്. സമയം മുൻപോട്ട് പോയി, എങ്കിലും 2-3 മിനിറ്റ് എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അകത്തിങ്ങനെ ചിന്തകൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. തല്ലുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മിലുള്ള ദൈവ സാന്നിധ്യത്തെ കെടുത്തിക്കളയും. പിന്നെ പഴയതുപോലെ നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും എന്തൊക്കെയൊക്കെ നടക്കുന്നു, ഒന്നും നടക്കുകയല്ല. നമ്മുടെ വായിലെ വാക്കുകൾ സൂക്ഷിക്കുക. ഞാൻ പറയട്ടെ, നമ്മുടെ നാവിൽ ദൈവം ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഈ അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്തൊരു വാക്ക് വീഴാതിരിക്കുക. ഒന്ന് പരീക്ഷിച്ച് നോക്കി. എൻ്റെ ദൈവമേ, എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം എൻ്റെ വായിൽ തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി നടക്കും. അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവുകൾ ശുദ്ധമായിരിക്കട്ടെ. ഒരു ഉറവയിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടരുത്. ദൈവത്തോട് പറ, എൻ്റെ വായിലെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവാത്മശക്തി നമ്മിൽ നിന്ന് നഷ്ടമാകും, ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടമാകും. നാം സാധാരണക്കാരെ പോലെയാകും. ശിംശോനൊക്കെ അനുസരണക്കേട് കാണിച്ചപ്പോൾ സാധാരണക്കാരെ പോലെയായിപ്പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുക. പല അനുഭവങ്ങൾ പറയാനുണ്ട്. എവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്, അവിടെ പാപബോധം വന്നിട്ടുണ്ട്. പഴയകാല പാപങ്ങൾ ദൈവാത്മാവ് ഓർപ്പിക്കാറുണ്ട്. 2 ദിവസം മുമ്പ് ദൈവം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ സംഭവിച്ചു 1-2 കാര്യങ്ങൾ എന്നെ ഓർപ്പിച്ചു. സ്വപ്നത്തിലൂടെയാണ് ദൈവം എന്നെ അത് കാണിച്ചു. നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്. ഞാനതിനെ നിസ്സാരമായി കണ്ടില്ല. ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തിക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുകയും ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക്, ഒരു വലിയ പാപബോധത്തിലേക്ക് വരുവാൻ നമുക്കിടയായി തീരുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, നമ്മൾ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.